അപ്പോൾ ഇന്ന് നാട്ടിലേക്കുള്ള പോക്കാണ് കേട്ടോ. നമ്മൾ പാരൻസ് പറയുന്ന പല ഡയലോഗ്സും ഭയങ്കര ക്ലീഷേ ഡയലോഗ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഞാനും ഒരു 9 കൊല്ലം മുന്നേ അങ്ങനെയായിരുന്നു കേട്ടോ. 10 മാസം ചുമന്ന് പ്രസവിച്ച കണക്കും അതുപോലെ തന്നെ ഞാൻ ഇല്ലാതായാലേ നിങ്ങൾ എൻ്റെ വില മനസ്സിലാവൂ എന്നുള്ള ഡയലോഗ്സും ഒക്കെ എനിക്ക് ഭയങ്കര ക്ലീഷേ ആയിട്ടായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത് 9 വർഷം മുന്നേ വരെ. പക്ഷെ 9 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും വളരെ ക്ലീഷേ ഡയലോഗ്സ് ആയിരുന്നില്ല എന്നുള്ള കാര്യം. മമ്മി ഈ ഡയലോഗ്സ് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയും, മമ്മിയൊക്കെ എങ്ങോട്ട് പോകാനാ, ഇവിടെ തന്നെ ഇല്ലേ, ഞാൻ പോയി കഴിഞ്ഞാലും മമ്മിയോട് ഉണ്ടാവും എന്നുള്ള കാര്യം. പക്ഷേ 2016 സെപ്റ്റംബർ 19 എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തൊരു ദിവസമായിരുന്നു. പപ്പ ഗൾഫിലായതുകൊണ്ട് തന്നെ മമ്മിയായിട്ടുള്ള ബോണ്ടിങ് ആയിരുന്നു നമുക്ക് ഭയങ്കര കൂടുതൽ. എന്തുണ്ടായാലും ആദ്യം വന്ന് പറയാൻ മമ്മിയുടെ അടുത്തായിരുന്നു. എനിക്കൊരു അഫെയർ ഉണ്ടായ സമയത്ത് പോലും ഞാൻ ഏറ്റവും ആദ്യം അത് വന്ന് പറഞ്ഞത് മമ്മിയുടെ അടുത്താണ്. എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താവും, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എനിക്കത് ആദ്യം എൻ്റെ മമ്മീനെ അറിയിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി. എനിക്ക് ആ ഒരു ദിവസത്തിന് ശേഷം എൻ്റെ ലൈഫിൽ നഷ്ടപ്പെട്ടത് എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ആയിരുന്നു. എന്നെ കേട്ടിരിക്കാനുള്ള ആളായിരുന്നു. പിന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല എൻ്റെ ലൈഫ് എങ്ങനെ മാറുമെന്ന്. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മമ്മി എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ചും കൂടി ഈസിയർ ആയേനെ. പാരൻസ് ജീവിക്കുന്ന സമയത്ത് അവരെ മാക്സിമം ഹാപ്പി ആക്കുക, അതുപോലെ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാം ചെയ്തു കൊടുക്കുക. അതൊക്കെ ഇന്ന് എനിക്ക് കുറച്ചും കൂടെ ചെയ്ത് കൊടുക്കായിരുന്നു എന്നൊരു തോന്നുന്ന പോയിൻറ്റ്സാണ്. സോ കീപ് യുവർ പാരൻസ് ഹാപ്പി ഓൾവേസ്.